എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എല്ലാവരും രണ്ടും കൂടി പ്ലാൻ ചെയ്ത പോലെ തന്നെ എടുത്തു. ഡ്രസ്സ് ഓർണമെന്റ്സ് ഒക്കെ വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സെറ്റാക്കി വെച്ചു. എല്ലാം ഓക്കെ അല്ലേ മോളെ? ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയണം, അതുകൂടി എടുക്കാം. ഗിരി സാധനങ്ങൾ മുഴുവൻ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ടതെല്ലാം ഒരു കുറവില്ല അച്ഛൻ തന്നിട്ടുണ്ടല്ലോ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട അച്ഛ. എന്ന് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. ലയിച്ചു പറഞ്ഞു. ഗിരി അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് കണ്ടതും ഗിരി അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തിയതും ലച്ചു ഗിരിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഐ മോളെന്തിനായി കരയുന്നു? ഗിരി ഞെട്ടിലോടെ ചോദിച്ചു. അവൾ കണ്ണുടച്ചുകൊണ്ട് അയാളെ നോക്കി. അച്ഛനെ അമ്മയെ ഏട്ടനേക്ക് വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല അച്ഛ, എന്തോ സഹിക്കാത്ത പോലെ. എന്നിട്ട് ഇത്രയും നാൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞ്, ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെ? എനിക്ക് ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം. ഏട്ടനോട് ഇവിടെ നിൽക്കാൻ അച്ഛൻ പറയും. എനിക്ക് ഇവിടെ നീങ്ങും പോകണ്ട. കൊച്ചുകുട്ടിയെ പോലെ വെച്ച് കണ്ണടച്ച് പറയുന്നു. ഗിരി വേദനയോടെ രാധികയെ നോക്കി. മോളെ എന്തായി പറയുന്നേ? അതൊക്കെ നടക്കുന്ന കാര്യമാണ്. മുമ്പ് മോൾ അവിടെ നിന്നിട്ടുള്ളതല്ലേ, പിന്നെ എന്താ ഇപ്പൊ ഒരു വിഷമമൊക്കെ? അവർക്കൊക്കെ മോളെ വലിയ കാര്യമല്ലേ? രാധിക അവളെ സമാധാനിപ്പിക്കാനെന്ന പോലെ പറഞ്ഞു. അന്ന് ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന് പോകാൻ മറ്റൊരിടം ഇല്ലാതെയാ. പക്ഷെ എന്നാലും നിങ്ങളെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. പക്ഷെ ഇപ്പൊ അച്ഛനും അമ്മയും കൂടി എന്നെ പറഞ്ഞേക്കുമ്പോൾ എനിക്കെന്തോ ആവുന്നില്ല അച്ഛാ. മോള് പറഞ്ഞത് ശരിയാ. അന്ന് നീ ആ വീട്ടിൽ ആരുമല്ലായിരുന്നു. പക്ഷെ അവരൊക്കെ മോൾക്ക് ആ വീട്ടിലൊരു സ്ഥാനം തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം അവിടേക്ക് നീ ചെല്ലാൻ പോകുന്ന ആനന്ദിന്റെ ഭാര്യയായിട്ടാ. അതുകൊണ്ട് അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും മോള് മനസ്സിലാക്കണം. പെൺകുട്ടികൾ വിവാഹം കഴിക്കുമ്പോൾ ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കേണ്ടത്. അതല്ലേ മോളെ നാട്ടു നടപ്പ്. രണ്ടുപേരും കൂടി അവൾ ഓരോന്ന് പറഞ്ഞ് ഇപ്പോഴേ ടെൻഷനാക്കണ്ട. അവളോട് ഞാൻ പറയാം. സന്ദീപ് അതും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്ന് കഴുത്തിലൂടെ കൈയിട്ട് അവളുടെ അടുത്തേക്ക് പിടിച്ചു നിർത്തി. എന്നെ വിളിച്ചു. നീ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ആ കാർത്തികന്റെ മുമ്പിൽ വരെ പിടിച്ചു നിന്ന് നിനക്കാണോ ഇപ്പൊ ഈ ടെൻഷൻ? എന്റെ പൊന്നു മോളെ, അത് ആനന്ദാ. നിന്റെ ഏതാഗ്രഹവും നീ പറയും മുമ്പ് അവൻ ചെയ്തിരിക്കും. നിനക്ക് ഇവിടേക്ക് വരണമെന്ന് മനസ്സിൽ തോന്നുമ്പോൾ അവൻ നിന്നെ ഇവിടെ എത്തിക്കും. അതുപോലെ നിന്നെ കാണാൻ ഞങ്ങളും വരും. പിന്നെ ഇവിടെ ഒരുപാട് പേരുള്ളതുകൊണ്ട് നിനക്ക് കമ്പനി ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ നിനക്ക് ഞങ്ങൾ വിട്ടു നിൽക്കുന്ന മിസ്സിംഗ് ഒന്നും തോന്നില്ല. പിന്നെ എന്തുകൊണ്ട് മോൾ കിട്ടുന്ന ഭാഗ്യം തന്നെയാണ് ആ വീട്. അത്രയ്ക്ക് പാവാ വീട്ടിലുള്ളവര്. അതുകൊണ്ട് ഇനി ഇതന്നെ ആലോചിക്കാതെ നടക്കാൻ പോകുന്ന കാര്യമൊത്ത് സന്തോഷമായിരിക്കും. ഞങ്ങൾ എപ്പോഴും മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. സന്ദീപ് പറഞ്ഞു. ലച്ചു സമാധാനത്തോടൊന്ന് പുഞ്ചിരിച്ചു. അത്രയും നേരം അവിടെ ഉള്ളിലുണ്ടായിരുന്ന ആവലാതി മുഴുവൻ അവന്റെ വാക്കുകളിൽ ഇല്ലാതെയായി. ഇപ്പൊ ടെൻഷനൊന്നുമില്ല ഏട്ടാ, ലച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ പിന്നെ കണ്ണടക്ക്. എന്തിനാ? ലച്ചു മനസ്സിലാവാതെ അവൻ നോക്കി ചോദിച്ചു. ഗിരി രാധിക അതേ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതൊക്കെയുണ്ട്, നീ കണ്ണടക്ക്, ഒരു കൊച്ചു സർപ്രൈസ്. സന്ദീപ് പറഞ്ഞു. ലച്ചു ചിരിച്ചുകൊണ്ട് കണ്ണടച്ചു. സന്ദീപ് പെട്ടെന്ന് പുറത്തു ഒരു കവറായിട്ട് അകത്തേക്ക് വന്നു അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അത് കിട്ടിയതിന് ലച്ചു കണ്ണു തുറന്നു. ഇതിനാണോ എന്റെ കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട്? എടി ബുദ്ധൂസ, അതിനുള്ളിൽ എന്താ നോക്ക്. അവളുടെ തലക്കിട്ട് കുട്ടിക്കൊണ്ടാവും പറഞ്ഞു. ലച്ചു ആ കവർ തുറന്നു നോക്കി. അതിനുള്ളിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് കണ്ടതും ലച്ചു അവനെ നോക്കിക്കൊണ്ട് അത് കയ്യിലെടുത്തു. ഇതെന്താ ഏട്ടാ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. അവൻ പറഞ്ഞു. ലച്ചു കൗതുകത്തോടെ ഗിഫ്റ്റ് കവർ വലിച്ചു പൊട്ടിച്ചതും അതിനുള്ളിൽ ഒരു ബോക്സ് കണ്ട് അവൾ അത് കയ്യിലെടുത്ത് ഓപ്പൺ ചെയ്തു. അതിനുള്ളിലെ സാധനം കണ്ടത് അവളുടെ കണ്ണുകൾ വിടർന്നു. ഒരു ചെറിയ ചെയിനും 2 ജിമിക്കി കമ്മലുമായിരുന്നു അതിൽ. ഏട്ടാ ഇതൊക്കെ? എന്റെ ആഗ്രഹമായിരുന്നു മോളെ, എന്തെങ്കിലും നീ എന്നെ തിരിച്ചറിയെങ്കിൽ ഇതുപോലൊരു സമ്മാനം നൽകണമെന്ന്. കാരണം നീ നമ്മുടെ അമ്മയെ പോലെയാ. എൻ്റെ ഓർമ്മയിൽ അമ്മ ഇതുപോലെയുള്ള കമ്മലുമാലയാന്ന് ഉപയോഗിച്ചിരുന്നത്. നീ തണിയുമ്പോൾ ശരിക്കും അമ്മയെ പോലെ ഉണ്ടാവും. അത് കാണുമ്പോൾ അമ്മയ്ക്കും അച്ഛനൊക്കെ സന്തോഷമാവും. അവൻ പറഞ്ഞു. ലച്ചു കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അത് കണ്ടതും ഗിരി രാധിക ഒരു പുഞ്ചിരിയോടെ അവരെ നോക്കി. വിഷമിപ്പിക്കാൻ പറഞ്ഞല്ലോ നിന്നെ, ഏട്ടൻ്റെ ആഗ്രഹം കൊണ്ടാ. ഇഷ്ടമായ മോൾക്ക്? അവൻ ചോദിച്ചു. അവൾ കണ്ണുടച്ച് ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവൻ തന്നെ അതെടുത്ത് അവളുടെ കഴുത്തിലും കാതിലുമായി ഇട്ടുകൊടുത്തു. ലച്ചു ചിരിച്ചുകൊണ്ട് തലകുലുക്കിയതും അതിനൊപ്പം ആ കമ്മലും ആടാൻ തുടങ്ങി. സന്ദീപ് സന്തോഷത്തോടെ നോക്കി കണ്ടു. ശരിക്കും അമ്മയെ പോലെ തന്നെ ഉണ്ടായിരുന്നു അവൾ. കൊള്ളാമച്ച, കൊള്ളാമമ്മേ, നന്നായിട്ടുണ്ട്. മോൾക്ക് നല്ല ചേർച്ച. അച്ഛനെന്താ അഭിപ്രായം? ലച്ചു മിണ്ടാ നിൽക്കുന്ന ഗിരിയെ കണ്ട് ചോദിച്ചു. ഞാൻ ആലോചിക്കുകയായിരുന്നു, എൻ്റെ സ്വാർത്ഥത ഞാൻ കാട്ടിയിരുന്നെങ്കിൽ മോൻ്റെ ആഗ്രഹം എന്നേക്കുമായിട്ട് നഷ്ടാക്കിയനല്ലോ ഞാനിന്ന്. പക്ഷെ ഇപ്പോൾ സന്തോഷമായി. നിനക്ക് വേണ്ടി പണിയിച്ച പോലെയുണ്ട്. അല്ലെങ്കിലും എൻ്റെ മോള് സുന്ദരിയല്ലേ? ഗിരി പറഞ്ഞു. സന്ദീപ് ലച്ചു കേട്ട് ചിരിച്ചു. മോൾ ഇതൊക്കെ എടുത്ത് അകത്തേക്ക് കൊണ്ടുവെക്ക്. രാധിക സ്വർണ്ണ ഡ്രസ്സൊക്കെ ചൂണ്ടി പറഞ്ഞു. അവൾ അനുസരണയോട് അതെടുത്ത് അകത്തേക്ക് പോയി. ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് വരാം രാധികയെ. അച്ഛൻ ഒന്നിനു വേണ്ടി ഓടണ്ട. മണ്ഡപത്തിലെ കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. തൽക്കാലം ഇപ്പൊ ആരോഗ്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി അച്ഛൻ. സന്ദീപ് പറഞ്ഞു. ഗിരി അതിന് പുഞ്ചിരിച്ചു. സന്ദീപ് പുറത്തേക്ക് ഇറങ്ങിയതും രാധിക ഗിരിയുടെ അടുത്തേക്ക് വന്നു. പാവം, അവൻ എന്ത് കരുതലാ ഏട്ടനോട്. അവൻ ലച്ചുവിന്റെ കൂടപ്പിറപ്പല്ലേ രാധികയെ? നമ്മുടെ മോളെ എങ്ങനെയാണോ അതേ ചോരയല്ലേ അവനും. അപ്പൊ അതിന്റെ ഗുണം ഉണ്ടാവാണ്ടിരിക്കോ? എല്ലാം ഉണ്ടായിട്ടും തെറ്റിലേക്ക് പോകുന്നമാരൊക്കെ
ആരുമില്ലാതെ തന്നെ നേരിലേക്ക് ജീവിച്ചവരെ കണ്ട് പഠിക്കണം. അല്ലെങ്കിൽ പലരുടെയും വിധി പോലെ ആവുമെല്ലാം. ഗിരി പറഞ്ഞു. രാധിക അതേ എന്ന ചിന്തയോടെ നിന്നു. അമ്മേ, എന്തൊക്കെ പറഞ്ഞാലും ഏട്ടനെ വിടരുത്. അത് തന്നെ, ആവും പോയ എന്നെ വിടണം. ആദി പറഞ്ഞു. ആനന്ദ് അവനെ ദയനീയമായി നോക്കി. അച്ഛാ, അച്ഛനെങ്കിലും ഒന്ന് പറയും. ലച്ചുവിനെ അത്യാവശ്യമായിട്ട് വിളിച്ചോണ്ടാ അച്ഛാ. എന്നാ കാവ്യ എന്നെ വിളിച്ചു. ഇവരുവിട്ട ഞാനും പോവേ. നിന്നെ എപ്പോഴാണ് വിളിച്ച്? കള്ളം പറയുന്നോടാ നാറി. ആ, അതൊക്കെ എന്നെ വിളിച്ചു. അതൊന്നും നീ തൽക്കാലം അറിയണ്ട. ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടുപേരെ ഇവിടുന്ന് വിടില്ല. ഞാൻ സമ്മതിക്കില്ല. വാഴ നട്ടാ പോരായിരുന്ന മനുഷ്യ, വെറുതെ എന്തിനായിരുന്നു ഇതിനെ എന്ന പോലെ ആനന്ദ് അച്ഛനെ നോക്കിയതും അച്ഛൻ വേഗം പത്രം എടുത്ത് വായിക്കുന്ന പോലെ ഇരുന്നു. അവിടെ നോക്കിയിട്ട് കാര്യമില്ല, അച്ഛനൊന്നും പറയില്ല. ഇത് എന്റെ അമ്മയുടെ തീരുമാനാ. നിന്റെയോ? ഇവിടെ ആരും എടുത്തതല്ല, ഇത് ഞാൻ എടുത്ത തീരുമാനം. ഇന്നുകൂടി കണ്ടല്ലേ രണ്ടും. ഇനി കെട്ടുകഴിഞ്ഞ് മതി പോക്കും വരവും. ഇതിനു മുമ്പ് രണ്ടും കുറെ പോയതും കണ്ടതും അല്ലേ. അന്നൊന്നും ഞാൻ എതിർത്തിട്ടില്ല. ഇനിയിപ്പോ വിവാഹമായി. അതുകൊണ്ട് എന്റെ മക്കൾ അതുവരെ ഇത് കേട്ടേ പറ്റൂ. അമ്മയല്ല, അച്ഛൻ. എന്റെ വാക്ക് നിക്കരിച്ച് പോകാനെങ്കിലും രണ്ടും നോക്കിയാ പിന്നെ കെട്ടുകഴിഞ്ഞ് എന്തുവേണമെന്ന് ഞാൻ തീരുമാനിക്കും. അമ്മ പറഞ്ഞു. രണ്ടും പരസ്പരം നോക്കി. അമ്മയെന്ന് പറഞ്ഞാൽ ലച്ചുവേച്ചിക്കും കാവ്യക്കും ജീവനാ. അമ്മ ഒരു കാര്യം പറഞ്ഞാൽ അതവരനുസരിക്കും. അതുകൊണ്ട് ഏട്ടന്മാർ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, അതാ നല്ലത്. കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇപ്പോഴേ പഠിക്കടാ മക്കളെ. അച്ഛൻ ഇങ്ങനെ കൺട്രോൾ ചെയ്തോണ്ടാണല്ലോ മക്കള് മൂന്നെണ്ണായത്. ആദ്യം പറഞ്ഞു. അച്ഛൻ വായും പൊളിച്ച് മൂന്നിനെയും നോക്കി. അത് കേട്ടത് അമ്മ കലിപ്പിട്ട് അകത്തേക്ക് വലിഞ്ഞു. സത്യത്തിൽ അങ്ങനെയൊന്നുമല്ലടാ, നിന്റെയൊക്കെ അമ്മ ഇതുപോലെ എനിക്ക് കൺട്രോൾ ഇട്ടതാ. അച്ഛൻ അതും പറഞ്ഞ ഏതോർമ്മയിൽ അകത്തേക്ക് പോയി. എന്നാ പിന്നെ രണ്ടുപേരും നിന്ന് ബുദ്ധിമുട്ട് ആ റൂമിലേക്ക് വെക്കും. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും നിങ്ങളെ നിരീക്ഷിക്കാൻ. നിനക്കിതിനൊക്കെ പിന്നെ തരാട്ടോ. ആനന്ദ് അതും പറഞ്ഞ് കയറിപ്പോയി. ലച്ചു ആണെങ്കിൽ സന്ദീപ് കൊടുത്ത ഗിഫ്റ്റ് അവനോട് നേരിട്ട് പറയാനും സന്തോഷം പങ്കുവെക്കാനായിട്ട് അവന് വീട്ടിലേക്ക് വിളിച്ചതാവും. എന്നാൽ പോവാനിറങ്ങിയപ്പോഴാണ് ആദ്യം അത് കണ്ട് കാവ്യയെ കാണാനെന്ന് പറഞ്ഞ് ഇറങ്ങുന്നത്. അതൊക്കെ കണ്ടതും കെട്ടുകഴിഞ്ഞ് മതിയെന്ന് അമ്മയുടെ ഒറ്റ വാക്കിലെല്ലാം പൊളിഞ്ഞ് പാളീസായി. രണ്ടും അച്ഛനെ നോക്കിയതും അച്ഛനും കൈ ഒഴിഞ്ഞു. ഇനിയിപ്പോ എന്താ വഴി? പെരുവഴി അല്ലാണ്ടെന്താ? കെട്ടുകഴിഞ്ഞാലേ ഇനി വഴിയുള്ളൂ. എന്നാലും വിളിച്ചിട്ട് ചെല്ലാണ്ടിരുന്ന ലച്ചുവിന് വിഷമാവൂലേ? അമ്മ പറഞ്ഞ് ധിക്കരിച്ച അമ്മക്കും വിഷമാവൂ ഏട്ടാ. പെട്ടെന്ന് ആര്യയുടെ ശബ്ദം കേട്ട് രണ്ടും പുറകിലേക്ക് നോക്കി. ആര്യ ഇളിച്ചുകൊണ്ട് അവിടെ നടക്കുവന്നിരുന്നു. രണ്ടും പുച്ഛിച്ചുകൊണ്ട് രണ്ടു ഭാഗത്തേക്ക് നോക്കി. എന്തു പറ്റി? പിണക്കാണോ? അല്ലേലും എനിക്കറിയാം, ഇനി നിങ്ങൾക്ക് രണ്ടിനും എന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ആര്യ പറഞ്ഞു. രണ്ടും കൂടി ആകിയിട്ട് അവളെ ചെവിക്ക് പിടിച്ചതും ആര്യ അലറി വിളിച്ചു. അമ്മയുടെ കൂടെ നിന്ന് ഞങ്ങൾക്കിട്ട് പണിഞ്ഞും പോരാ, ഒന്ന് ഡയലോഗ് അടിക്കുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ നോക്കിയതിന് പകരം എല്ലാം നശിപ്പിച്ചില്ലടി നീ. അല്ലെങ്കിൽ നിന്നെ വിശ്വസിച്ച് ഞങ്ങളാ മണ്ടൻ. അമ്മയെ പറഞ്ഞ് നിനക്കെങ്കിലും മാറ്റായിരുന്നു. ആദ്യം പറഞ്ഞു. ആര്യ സങ്കടത്തിരിക്കുന്ന പോലെ ഇരുന്ന് താടി കൈയും കൊടുത്ത് രണ്ടുപേരെയും നോക്കി. അപ്പൊ സത്യത്തിൽ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഇപ്പൊ ഞാൻ പുറത്തായി. ഡേ, നീ അടിമേടിക്കുവേ, എഴുന്നേറ്റ് ഓടി. ആനന്ദ് കലിപ്പായതും ആര്യ ഇരുന്നിടത്ത് എഴുന്നേറ്റു. എന്റെ ഏട്ടന്മാരെ സഹായിക്കേണ്ട എന്റെ കടമയല്ലേ എന്ന് പറഞ്ഞു വന്നപ്പോ രണ്ടുപേരും കൂടി എന്നെ ഓടിക്കുന്നു അല്ലേ? എന്നാ പിന്നെ ആയിക്കോട്ടെ, ഞാൻ പോവാ. അതിന് നീ ഞങ്ങളെ സഹായിക്കാനല്ലോ വന്ന്, ചൊറിയാനല്ലേ? ആ, ഇടയ്ക്കൊക്കെ കുറച്ച് ചൊറിയുന്നല്ല. എന്തായാലും ഞാൻ പോവാ. ഏയ് നിക്ക്, ഞങ്ങൾ വെറുതെ പറഞ്ഞല്ലേ. നീ എങ്ങനെയാണ് ഞങ്ങളെ സഹായിക്കുന്നത്? അയ്യടാ, ഓടിക്കാൻ നോക്കി പോരാ. ഓസിന് ഞാൻ പറയുന്ന എഴുതിയോ? പിന്നെ എന്തുവാണ് നിനക്ക്? ആനന്ദ് ചോദിച്ചും ആര്യ ആലോചിക്കുന്ന പോലെ നിന്നു. വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം, പക്ഷെ എനിക്ക് കൈമണി വേണം. എന്ന് വെച്ചാ? വഴി വേണമെങ്കിൽ കാശ് വേണമെന്ന്. കാശോ? നിനക്കെന്തിനൊപ്പം പണം? അതൊന്നും പറ്റില്ല. പണം തന്ന് ഞങ്ങൾക്ക് ഐഡിയ ഒന്നും വേണ്ട. കുറച്ച് ക്ഷമിക്കാനുള്ള കൺട്രോളൊക്കെ ഞങ്ങൾക്കുണ്ട്. ചേച്ചി വിളിച്ചിട്ട് ചെല്ലാണ്ടിരുന്ന ചേച്ചിക്ക് വിഷമാവും, കാവ്യക്കും. അവർക്കും ആഗ്രഹം ഉണ്ടാവില്ല നിങ്ങളെ കാണാൻ. ഇനിയിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാൽ നേരിട്ട് കാണാനൊക്കുന്നു. അതൊരു ക്ഷമിക്കാനുള്ള ശക്തി അവർക്ക് ഉണ്ടാവും എന്തോ. ആര്യ പറഞ്ഞു. രണ്ടും പരസ്പരം നോക്കി. കാവ്യയുടെ സ്വഭാവം വെച്ച് അവൾ എന്തായാലും പിണങ്ങും. ചേച്ചിയും സങ്കടം വന്നാൽ മിണ്ടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ആര്യ വീണ്ടും അവർ രണ്ടിനെയും മാറി മാറി നോക്കിയതും രണ്ടും നല്ലപോലെ ആലോചിക്കുന്നുണ്ട്. ആര്യ മനസ്സിൽ ചിരിച്ചു. അമ്മയും വിഷമിക്കരുത്, അവരും വിഷമിക്കരുത്. അങ്ങനെ ഒരു വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കെന്താ പ്രശ്നം? ഞാൻ പോവാ. ആര്യ അത് പറഞ്ഞ് പോകാൻ പോയതും രണ്ടും ഒന്നിച്ച് അവിടെ കയ്യിൽ പിടിച്ച് നിർത്തി. എന്നിട്ട് രണ്ടും പരസ്പരം നോക്കി ചമ്മിയെ ചിരിച്ചു. കാശൊക്കെ തരാം, ബട്ട് വൺ കണ്ടീഷൻ. ഞാൻ എത്ര വേണമെന്ന് പറഞ്ഞില്ല ഏട്ടാ. 1000 രൂപ വരും ഞങ്ങള്. 1000? അതിന്റെ പട്ടിക്ക് പോലും തികയില്ല. എനിക്ക് 5000 രൂപ വേണം. 5000? രണ്ടും നല്ലപോലെ ഞെട്ടി. വഴി വേണമെങ്കിൽ മതി. ആ കാശ് കിട്ടിയ വഴി ഞാൻ ഏറ്റു. അതിനുള്ള വഴി എന്റെ കയ്യിലുണ്ട്. നിനക്കെന്തിനാ അത്രയും കാശ്? കാര്യമുണ്ടെന്നേ. കാശ് തരാം, പക്ഷെ നീ ആ തെറ്റായ രീതിക്ക് വേണ്ടി ഉപയോഗിക്കില്ലെന്ന് ഞങ്ങളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. അതിലും വേദം തരാത്തതാ. നിനക്കങ്ങനെ കാശ് തന്നു അമ്മറിഞ്ഞ അതോടെ ഞങ്ങളുടെ കാര്യം തീരുമാനമാവും. എൻ്റെ ഏട്ടൻ ഞാൻ തെറ്റ് ചെയ്യാനല്ല പണം ചോദിച്ച്. 2 ഏട്ടന്മാരുടെ മാരേജ് ഒന്നിച്ചാകുമ്പോൾ ഫ്രണ്ട്സൊക്കെ എന്നോട് ചെലവ് ചോദിക്കുന്നുണ്ട്. അമ്മയോട് പറഞ്ഞപ്പോൾ എന്നെ ഓടിച്ചു, അച്ഛനും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചു. ആര്യ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു. ഓക്കെ, നിനക്ക് വേണ്ട ഞങ്ങൾ തരാം. ആദ്യം വഴി പറയും. നോ, ആദ്യം കാശ് പിന്നെ വഴി. ആര്യ പറഞ്ഞു. അവസാനം രണ്ടും കൂടി കാശ് എടുത്ത് അവൾ കൊടുത്തു. നാളെ മോർണിംഗ് രണ്ടുപേരും റെഡിയായി നിന്നോ, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ആര്യ അവൻ പറഞ്ഞ് കാശ് എണ്ണി നോക്കിക്കൊണ്ടുപോയതും അവർ രണ്ടും വല്ലതും നടക്കുമെന്ന പോലെ പരസ്പരം നോക്കി റൂമിലേക്ക് പോയി.
രാവിലെ തന്നെ രണ്ടു റെഡിയായി ആര്യയെ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് സമയം കുറച്ചായി. അവളെ കാണാണ്ട് റൂമിലേക്ക് ചെന്ന് നോക്കിയതും മൂടിപ്പോച്ച് കിടക്കുന്നുണ്ട്. രണ്ടു കലിപ്പിൽ അവളെ പോയി തൂക്കിയെടുത്തും അവൾ നിലവിളിച്ചു, അയ്യോ ഞാൻ പറക്കുന്നേ എന്ന് പറഞ്ഞ് രണ്ടു കൈ വിട്ടത് അവൾ നേരെ ബെഡിലേക്ക് വീണു. അയ്യോ ഞാൻ ഭൂമിയിലേക്ക് വീണേ. അപ്പോഴേക്കും ആര്യ ശബ്ദം കേട്ട് ബാത്റൂമിന്റെ ഡോറിൽ ഇറങ്ങി വന്നു. അവളെ കണ്ടു രണ്ടും ഞെട്ടി ബെഡിലേക്ക് നോക്കി. നീ അവിടെ? അപ്പൊ ഇതാരാ? അയ്യോ അവളെ നിങ്ങൾ എന്താ ചെയ്തേ എന്ന് പറഞ്ഞ ആര്യ വന്ന് പുതപ്പ് മാറ്റിയും പ്രിയെ കണ്ട് ആദ്യം ആനന്ദ് നല്ലപോലെ ഞെട്ടി. പേടിച്ച് പ്രിയയുടെ ബോധം പോയിന്ന് കുറച്ചു കഴിഞ്ഞാണ് രണ്ടിനും മനസ്സിലായത്. നോക്കി കണ്ട് വെള്ളം എടുക്കേട്ടാ ആര്യ അലറിയതും ആദ്യ വേഗം വെള്ളം എടുത്തു കൊടുത്തു. വെള്ളം കൂടെ ഞാൻ പ്രിയ ഞെട്ടിച്ചാടി എഴുന്നേറ്റു. എന്നെ ആരും പിടിച്ചോണ്ടാ നോക്കി പ്രിയ പറഞ്ഞ രണ്ട് കിളി പോയ പോലെ നിന്നു. ഏട്ടന്മാരാ? അയ്യോ ഞങ്ങളാരെയും പിടിക്കാനല്ല. അത് പിന്നെ ആര്യാണെന്ന് കരുതിയ. സോറി പ്രിയ. അല്ല നീ എപ്പോ വന്നു ഇവിടെ? അത് പിന്നെ അത് പ്രിയ ഞാൻ വിളിച്ചിട്ട് വന്നാ. പ്രിയെ പറയാൻ സമ്മതിക്കാതെ ആര്യ പറഞ്ഞു. പ്രിയ അത് കേട്ട് ആര്യയെ നോക്കി. ഏട്ടന്മാർ പോയിക്കോ, ഞാനിപ്പോ റെഡിയായി വരാം ആര്യ പറഞ്ഞു. രണ്ടും സമ്മതിച്ചുകൊണ്ട് പുറത്തിറങ്ങി. നീ എന്താ അങ്ങനെ പറഞ്ഞേ? അവന് ഏട്ടന്മാർക്ക് അറിയില്ല ചേച്ചിയും കാവ്യം വരുന്നുണ്ടെന്ന്. അവർക്കെന്നല്ല ഈ വീട്ടിൽ നമുക്കല്ലാതെ ആർക്കും അറിയില്ല. അപ്പൊ പിന്നെ ആന്റി വിളിച്ചെന്ന് പറഞ്ഞല്ലേ അവര് വരുന്നത്. പിന്നെ എന്നെ നേരത്തെ വിളിച്ചെടുത്തി എന്തിനാ? കാര്യമുണ്ട്, എല്ലാം നിനക്ക് പതിയെ മനസ്സിലാവും. നീ റെഡിയാവാൻ നോക്ക്. ആര്യ അതും പറഞ്ഞ് റെഡിയാവാൻ പോയതും പ്രിയ കാര്യം മനസ്സിലാവാതെ ആര്യയെ നോക്കിയിട്ട് റെഡിയാവാൻ പോയി. പുറത്ത് വണ്ടിയുടെ ഹോൺ ശബ്ദം കേട്ടതും അമ്മയും അച്ഛനും പുറത്തേക്ക് ചെന്നു. വണ്ടിയിൽ നിന്നിറങ്ങുന്ന ലച്ചുവിനെയും സന്ദീപിനെയും കണ്ട് ആനന്ദിന്റെ ഉള്ളിൽ എടുപൊട്ടി. അപ്പോഴേക്ക് ആര്യ അവിടെ ലാൻഡായി. ചേച്ചി വന്നോ? ഏട്ടനും? വാ. ആര്യ അവനെയും കുട്ടി അകത്തേക്ക് പോയതും ലച്ചു ആനന്ദിനെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ചെന്നു. അപ്പോഴേക്ക് അടുത്ത വണ്ടി ആ മുറ്റത്ത് വന്ന് നിന്നു. അതിൽ നിന്ന് കാവ്യ ഇറങ്ങിയതും ആദ്യം ആനന്ദിന്റെ അതേ അവസ്ഥയിലാണ്. കാവ്യ കാശ് കൊടുത്തുകൊണ്ട് വണ്ടി പറഞ്ഞു വിട്ട് അകത്തേക്ക് ചെന്നു. ആന്റി കാവ്യ ചെന്ന് അമ്മയെ പിടിച്ചു. ഇവള് നശിപ്പിക്കും ആര്യ സ്വയം പറഞ്ഞുകൊണ്ട് കാവ്യയുടെ അടുത്തേക്ക് ചെന്നു. ഇതെന്താ എല്ലാവരും കൂടി പെട്ടെന്ന്? അമ്മ ചോദിച്ച ലച്ചുവും കാവ്യയും സന്ദീപ് ആര്യയും നോക്കി. അതമ്മേ കല്യാണമൊക്കെ അല്ലേ, കാവ്യയും ചേച്ചിയും ഒന്ന് പാർലറിൽ കൊണ്ടുപോകണം. എന്റെ ഏട്ടന്മാരുടെ കല്യാണമല്ലേ, അതൊക്കെ എന്റെ കടമയല്ലേ അമ്മേ. അതിന് ഇപ്പോഴേ അതിന്റെ ആവശ്യമുണ്ടോ? ഇനിയില്ലേ ദിവസം കുറേ. അച്ഛൻ ഇതൊക്കെ എന്തറിയാം, ഇപ്പോഴേ ചെയ്താലേ അന്ന് തിളങ്ങൂ. ആര്യ പറഞ്ഞ അച്ഛനാണോ എന്നപോലെ അമ്മയെ നോക്കി. അമ്മ ചുമൽ പൊക്കി അറിയില്ലെന്ന് കാണിച്ചു. നിങ്ങളല്ലേ പറഞ്ഞ് കല്യാണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്, അതുകൊണ്ടാ പ്രിയ കാലത്തേ വന്ന്. എന്താ നിങ്ങൾ വൈകാണ്ട് ഇറങ്ങിക്കോ ആര്യ പറഞ്ഞു. സന്ദീപ് കിളി പോയ പോലെ പ്രിയയെ നോക്കിയിട്ട് എപ്പോ എന്ന ഭാഗത്തിൽ ആര്യയെ നോക്കി. എന്നാ പിന്നെ വാ. പ്രിയ ഒന്നും അറിയാണ്ട് സന്ദീപിനെ വിളിച്ചു. പ്രിയാവും പറഞ്ഞു നീരജാവും തലവിളിക്കി. ഞങ്ങൾ പോയിട്ട് വരാം ആന്റി. പ്രിയ പറഞ്ഞ അമ്മ തലയാട്ടിയത് അവർ പുറത്തേക്ക് ഇറങ്ങി. എന്തൊരു ഉത്തരവാദിത്ത രണ്ടുപേർക്കും അല്ലേ വല്ലവി? അതെ, എന്തായാലും അവർക്ക് പ്ലാനിങ് ഉണ്ട്. കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചത് നന്നായി അമ്മ പറഞ്ഞത് കേട്ട് ആര്യ ചിരിച്ചു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ, സമയം വൈകുന്നു. എന്നാ പിന്നെ അച്ഛൻ കൊണ്ടാക്കും നിങ്ങളെ. അപ്പൊ ഏട്ടന്മാര്? അവർക്ക് എന്താ ഒറ്റയ്ക്ക് പോകാൻ അറിയില്ലേ, അച്ഛൻ നിങ്ങളെ ആക്കും. തിരിച്ചു വരുമ്പോൾ കൂട്ടിക്കൊണ്ടുവരും. പോവാൻ നോക്ക് അമ്മ പറഞ്ഞ ആര്യ ദയനീയമായി രണ്ടിനെയും നോക്കി. രണ്ടും ഏതാണ്ട് അവളെ നോക്കുന്നുണ്ട്. വരുന്നില്ലേ? അച്ഛന്റെ ശബ്ദം കേട്ടതും മൂന്നും അവരെയും നോക്കി വണ്ടിയിൽ ചെന്ന് കയറി. ലച്ചുവും കാവ്യ ഇപ്പോഴൊന്നും മനസ്സിലാവാണ്ടിരിക്കുകയാണ്. അച്ഛൻ പാർലറിന്റെ അടുത്ത് വണ്ടി നിർത്തിയതും അവർ പുറകെ ഇറങ്ങി. കഴിയുമ്പോൾ വിളിക്കുക കേട്ടോ അച്ഛൻ അത് പറഞ്ഞു പോയതും മൂന്നും തലയാട്ടി. ലച്ചുവും കാവ്യ അകത്തേക്ക് പോകാൻ പോയതും ആര്യ രണ്ടിനെയും പിടിച്ചു നിർത്തി. എവിടേക്കാ? നമ്മൾ വന്നെന്തിനാ? അതിന് പക്ഷെ അങ്ങനെയല്ലല്ലോ നീ പറഞ്ഞ്, അതെനിക്ക് പിടിയിട്ടാത്തേ. എനിക്ക് ആന്റി വിളിച്ചു പറഞ്ഞിട്ട് ആന്റി എന്താ ഒന്നും അറിയാത്ത പോലെ. പിന്നെ ഏട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഇങ്ങനെ പോകുന്നൊന്നും. അത് പിന്നെ ചേച്ചി ആര്യ പറയാൻ വന്നു. മുന്നിലേക്ക് ആദ്യയുടെ ആനന്ദിന്റെയും വണ്ടി വന്നിരുന്നു. ആര്യ അവരെയും നോക്കി. പോവാം ആനന്ദ് ലച്ചുവിനെ നോക്കി ചോദിച്ചു. അവളൊന്നും അറിയാതെ തലയാട്ടി. ആനന്ദ് ബൈക്കിലും ആദ്യ കാറിലുമാണ് വന്ന്. എന്നവനെ കയറിക്കോ നിങ്ങൾ ആദ്യ കാവ്യയോട് ആര്യയോടും പറഞ്ഞു. ആര്യ കാവ്യ നോക്കി കയറാൻ പറഞ്ഞു. ഏട്ടൻ കാവ്യ കൊണ്ടുപോയിക്കോ, സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് ഞാനില്ല. നിന്ന് ഡയലോഗ് അടിക്കാതെ കയറാൻ നോക്കാരി ആദ്യ കടുപ്പിച്ച് പറഞ്ഞു. ഏട്ടൻ കാവ്യ കൊണ്ടുപോക്കോ, എന്റെ ഫ്രണ്ട്സ് അവിടെ കാത്തിപ്പുണ്ട്. ഇന്ന് അവർക്ക് ചെലവെടുക്കാന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതാ. അതുകൊണ്ടല്ലേ ഏട്ടന്മാർക്ക് ഇങ്ങനെ ഒരു അവസരം കൂടി ഞാൻ ഒപ്പിച്ച്. ആര്യ പറഞ്ഞു. ആദ്യം അവളെ മൊത്തം നോക്കി. നീ ആള് കൊള്ളാലോ, എന്നാ പിന്നെ വഴിയും തെണ്ടിത്തിരിയാ പോവാൻ നോക്ക്. കഴിയുമ്പോൾ വിളിക്ക്, അപ്പൊ ഞങ്ങൾ തിരിച്ചെത്തും. അല്ല എവിടേക്കാ പോകുന്നത്? എന്തായാലും നിന്നെ കളയാനല്ല ആദ്യ പറഞ്ഞ് ആര്യയോട് സൂക്ഷിക്കാൻ പറഞ്ഞ് അവൻ അവളെയും കൊണ്ടുപോയതും ആര്യ റോഡ് ക്രോസ് ചെയ്ത് അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയി. നമ്മളിപ്പോ എവിടേക്കാ പോകുന്ന ആദ്യേട്ടാ? സത്യത്തിൽ എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ കാവ്യ ചോദിച്ചു. ആദ്യം അവളോട് ചുരുക്കി പറഞ്ഞു. അത് കേട്ട് ആര്യോർത്ത് കാവ്യ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോ അമ്മയും അച്ഛനും ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ പറയുന്നത്, തമ്മിൽ കാണാൻ പാടില്ലെന്നൊക്കെ. എനിക്കറിയില്ല, ചിലപ്പോൾ ലൈസൻസ് ആകുമ്പോൾ പരിധി വിട്ടാണെന്ന് കരുതിയാവും. ആദ്യം കളിയാക്കി പറഞ്ഞ് കാവ്യ കേട്ട് നെറ്റി വിളിക്കി. എന്ത് പരിധിയാ ഉദ്ദേശിച്ച് പറയൂ? പറയാനല്ല, വേണേ കാണിച്ചു തരാം. ആള് നോക്കി ചിരിച്ചുണ്ടാവും പറഞ്ഞു. കാവ്യവന്റെ കൈയിനിട്ടൊരു തട്ട് കൊടുത്തു. വെറുതെ അല്ല, എല്ലാവരും കൂടി അങ്ങനെ പറഞ്ഞു. ഇങ്ങനെയല്ലേ സ്വഭാവം. എന്തായാലും ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിന്നെ സമ്മതിപ്പിക്കാനാണ് ഇവിടെ ഈ പാട്. അതൊക്കെ എനിക്ക് ഈസിയാ.
ആദി പറഞ്ഞു. കാവ്യ അത് പുച്ഛിച്ച് കളി. അത് കണ്ടതും ആദി പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇട്ട് നിർത്തി. അത് കണ്ട് അവൾ ചുറ്റും നോക്കി. അധികാരമില്ലാത്ത റോഡായിരുന്നു അത്. ഇതെന്താ ഇവിടെ നിർത്തിയേ? കാവ്യ ചോദിച്ചു. അവൻ അതിനൊന്നും പറയാതെ വേഗം വണ്ടിയിൽ നിന്നിറങ്ങി നേരെ അവിടെ സൈഡിൽ വന്ന് ഡോർ തുറന്നു. കാവ്യ എന്തോ ചോദിക്കാൻ വന്നു. അവനവളുടെ മുഖത്തേക്ക് അവന്റെ മുഖം അടുപ്പിച്ചതും അവൾ പറയാൻ വന്ന് വിഴുങ്ങി ഞെട്ടി അവരെ നോക്കി. അവന്റെ മുഖം അവളിലേക്ക് അടുക്കും തോറും അവളിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്ന അവൾ അറിഞ്ഞു. അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖത്തേക്ക് സ്പർശിക്കാനെന്ന പോലെ വന്നതും കാവ്യ എല്ലാം മറന്ന് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.